വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. നമ്മൾ പൈത്തൻ്റെ മലയാളം ട്യൂട്ടോറിയൽ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. പൈത്തൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആൻഡ് ഇറ്റ് ഈസ് വെരി പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ ക്രിയേറ്റ് ചെയ്തത് ഗുഡോ വാൻ റോസൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമറാണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തത്. 1991 ഫസ്റ്റ് റിലീസ് വന്നത്. പൈത്തൺ ആക്ച്വലി 2 വേർഷനായിട്ടാണ് ഇറങ്ങുന്നത്. പൈത്തൺ 2.x വേർഷനുണ്ട്, 3.x വേർഷനുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാം. python.org എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പൈത്തൺ 3.x വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഏറ്റവും ബെറ്റർ, കാരണം അതിനകത്താണ് അപ്ഡേറ്റ്സ് കൂടുതലായിട്ട് വരുന്നത്. മൊഡ്യൂൾസിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് വരുന്നത് അതിനകത്താണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ പൈത്തൺ എന്നുള്ളതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിന് അറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് വേർഡ്സ് എന്ത് ചെയ്യാം, പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ? പൈത്തൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്, അതിലൊരു ഫീച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, പൈത്തൺ എന്നുള്ളൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് ഫീച്ചർ, പൈത്തൺ ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ വളരെ സിമ്പിളാണ്. ഞങ്ങൾ സി പ്രോഗ്രാമിനകത്ത് ജസ്റ്റ് ഒരു മെസ്സേജ് മോണിറ്ററിനകത്ത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എഴുതണം. മെയിൻ ഫംഗ്ഷനുള്ളിൽ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എഴുതണം. പക്ഷേ പൈത്തൻ്റെ കേസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അതായത് നിങ്ങൾ സി പ്രോഗ്രാമിനകത്ത് എഴുതുന്ന ഒരു 10 ലൈൻ ഓഫ് കോഡ് നിങ്ങൾക്കൊരു 2-3 ലൈനാക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും പൈത്തൺ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പൈത്തൺ ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം. പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 10 ലൈൻ ഓഫ് കോഡ് പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സിക്യൂഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് നടക്കുന്നത്. നമ്മളൊരു മുമ്പൊരു വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഇപ്പോൾ പൈത്തൺ എന്നുള്ളതൊരു ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓരോ ലൈനും കമ്പൈൽ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, ദെൻ കമ്പൈൽ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ അത് അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ പറയുന്നത് പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങൾക്ക് റിയൽ വേൾഡിലുള്ള കാര്യങ്ങൾ അതുപോലെ കമ്പ്യൂട്ടറിനകത്ത് സിമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാധാരണ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് പി സിക്കകത്ത് യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പൈത്തണിൽ അതിൻ്റെ ഓരോരോ ഏരിയയിൽ ആപ്ലിക്കേഷൻ ഏരിയ വരുന്നതാണ്. അടുത്ത ഫീച്ചർ പറയുന്നത് പൈത്തണ് റിച്ച് ലൈബ്രറി സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്. അതായത് പൈത്തണിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ലൈബ്രറി സപ്പോർട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾസ് അല്ലെങ്കിൽ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് എല്ലാം പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കൊരു ഡാറ്റ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് പർപ്പസിലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മൊഡ്യൂൾസും ഫംഗ്ഷൻസ് എല്ലാം പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരു GUI ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള മൊഡ്യൂൾസും ഫംഗ്ഷൻസും എല്ലാം പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പൈത്തൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി പൈത്തൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പൈത്തൺ ഏതെല്ലാം ഏരിയകളിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗെയിം ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ മൊഡ്യൂൾസും ഫങ്ഷൻസും പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല നിങ്ങൾക്കൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്യാം. സെർവർ സൈഡിലുള്ള സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. ഇനി പൈത്തൺ യൂസ് ചെയ്യുന്ന മേജർ കമ്പനീസ് ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ ഗൂഗിൾ യൂസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ യാഹൂ യൂസ് ചെയ്യുന്നുണ്ട്, സിസ്കോ. അതായത് വേൾഡിലുള്ള മേജർ കമ്പനീസ് എല്ലാം പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പൈത്തൺ എല്ലാ ഏരിയയിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഏരിയയിൽ യൂസ് ചെയ്യാം, ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം.
അതല്ല നിങ്ങൾക്കൊരു ഡാറ്റ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, വലിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്യാം. ഇനി നമുക്ക് പൈത്തൺ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ python.org എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡൗൺലോഡബിൾ ഫയൽ നിങ്ങൾക്ക് കിട്ടും. അത് ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. സിമ്പിൾ സ്റ്റെപ്പാണ്. ഇനി അതല്ല നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ apt-get കമാൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ sudo apt-get install പൈത്തൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൈത്തണിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇതല്ല മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് പൈത്തൺ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും പൈത്തൺ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് പൈത്തൺ റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേണ്ടത് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് എഡിറ്ററാണ് വേണ്ടത്. ആ ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യും. ദെൻ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ആ പ്രോഗ്രാം റൺ ചെയ്യാം. പൈത്തൺ കമാൻഡ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാം. അത് വിൻഡോസ് ആയിക്കോട്ടെ ലിനക്സ് ആയിക്കോട്ടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. നിങ്ങൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ പൈത്തൺ റൺ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ആ ഒരു വെബ് ഇൻ്റർഫേസ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിൻഡോസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പൈത്തൺ ഡൗൺലോഡ് ചെയ്യുക, ദെൻ ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്തുള്ള ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട്, അതായത് നോട്ട് പാഡ് അല്ലെങ്കിൽ വേർഡ് പാഡൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഇപ്പോൾ പൈത്തൺ നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു IDE ഇൻസ്റ്റാൾ ആയി വരും. അതായത് ഐഡിൽ എന്നാണ് പേര് പറയുക, ഐഡിൽ, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ആ ഒരു IDE യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐഡിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാം ടൈപ്പ് ചെയ്യും, അതുപോലെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. പൈത്തൺ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഒന്ന് ടെർമിനൽ ബേസ്ഡ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ടൈപ്പ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് മോഡലും എക്സിക്യൂട്ട് ചെയ്യാം. അത് രണ്ടും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനി നിങ്ങൾ ലിനക്സിലാണ് ചെയ്യുന്നതെങ്കിൽ ലിനക്സിൽ VI എന്നുള്ള ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Vim ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Gedit ഉണ്ട്, Emac ഉണ്ട്, Nano ഉണ്ട്. ഇതുപോലുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വിഷ്വൽ കോഡ് ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് IDE യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് പൈത്തൺ കമാൻഡ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ഇൻ്റർപ്രറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കമ്പൈലർ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻ്റർപ്രറ്റർ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലിങ്ക് കിട്ടും. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ മുതൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.